ഭാഗവതം കേൾക്കുമ്പോൾ അടിസ്ഥാനമായിട്ട് ചില കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ വ്യക്തതയോടെ ഉറപ്പിച്ചുകൊണ്ട് വേണം ഭാഗവതം കേൾക്കാൻ. നമ്മൾ പലരും ഭാഗവതം കേൾക്കുന്നത് ഒരു സപ്താഹത്തിൽ പങ്കെടുക്കുക, അവിടെ നടക്കുന്ന ഒരു യജ്ഞത്തിൽ പങ്കെടുക്കുക, കുറച്ച് കേൾക്കുക, കഴിക്കുക, പോവുക. അങ്ങനെ സപ്താഹത്തിൽ പങ്കെടുത്താൽ എന്തോ ഗുരുവായൂരപ്പൻ്റെ ഒരു അനുഗ്രഹം, കൃഷ്ണന്റെ ഒരു അനുഗ്രഹം, എന്തോ ഒരു പുണ്യം കിട്ടും എന്നൊരു ധാരണയാണ് ഭൂരിപക്ഷം ആളുകളും സപ്താഹം കേൾക്കുന്നവർ. എന്നാൽ ഇതിനല്ല സപ്താഹം കേൾക്കേണ്ടതെന്ന് നമ്മൾ അറിയുന്നില്ല. സപ്താഹം നമ്മൾ കേൾക്കുന്നത് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിയെടുക്കാനാണ്. ഈ ജീവിതം എന്നത് നമുക്ക് ഉത്തരം ഇല്ലാത്തൊരു ശബ്ദമാണ്. വ്യക്തമായൊരു ഉത്തരം നമുക്കില്ല. നമുക്ക് ഉത്തരം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഉണ്ട്. എന്താണത്? മരണം വരെയുള്ളൊരു ജീവിതം, അല്ലെങ്കിൽ മരണത്തിലേക്കുള്ളൊരു ജീവിതം. അതുകൊണ്ടാണ് അങ്ങനെ എല്ലാവരും പറയുന്നത്, ജനനം മുതൽ മരണം വരെ എന്നുള്ളൊരു വാക്ക്. അപ്പം മരണമാണ് അവസാനം. അതിലേക്കുള്ളൊരു യാത്രയായിട്ടാണ് ജീവിതത്തെ കാണുന്നത്. പക്ഷെ ഇതെല്ലാം തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത് സപ്താഹങ്ങളാണ്. അതുകൊണ്ട് ഭാഗവത സപ്താഹം ഒരു ജ്ഞാനയജ്ഞമാണ്. എന്താണ് ഈ ജ്ഞാനയജ്ഞം എന്നാൽ? ജീവിതം എന്താണ്, ജീവിതത്തിൽ എന്താണ് നേടേണ്ടത്, ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ എങ്ങനെയാണ് നമ്മൾ പരിഹരിക്കേണ്ടത്, ഇതിനൊക്കെയുള്ള ഉത്തരങ്ങൾ തരുന്ന യജ്ഞമാണ് ഭാഗവതം. അതായത് സപ്താഹത്തിന് പോകുന്ന നമുക്ക് ഇത്രയും കാര്യം വ്യക്തമാണ്. ഞാൻ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത്? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് മൈ ലൈഫ്? ഇത് നമുക്ക് വളരെ നല്ല ഉറച്ചു വരണം. ഇത് ഉറച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകുതി പ്രശ്നം അതോടുകൂടി പരിഹരിക്കപ്പെട്ടു. ഞാൻ എന്താണ് ഈ ജീവിതത്തിൽ നേടേണ്ടത്? ഇത് ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞു തരാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എവിടെ നിന്ന് വന്നു എന്ന് അറിഞ്ഞാലേ എന്താണ് നേടേണ്ടത് നമുക്ക് മനസ്സിലാവുള്ളൂ. നേടുക എന്നൊക്കെ പറഞ്ഞാൽ, നേടുക ആ വാക്ക് തന്നെ നോക്കൂ. എല്ലാവരും പറയുന്നു നീ നേടിയെടുക്കണം. ഈ വാക്കുകളൊക്കെ പലപ്പോഴും അർത്ഥമറിയാതെ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. കുട്ടികളോട് പറയും നീ അത് നേടണം, ഇത് നേടണം, വലിയ വലിയ വാക്കുകളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. പക്ഷെ നേടുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എന്താണ് നേടുക? നോക്കൂ നിങ്ങൾ, ഈ ലോകത്തില് പണം നേടലാണ് ജീവിതം എന്ന് തെറ്റിദ്ധരിക്കുമ്പോഴാണ് പണം പലരും നേടും, പക്ഷെ അർഹതയില്ലാത്തവന്റെ കയ്യിൽ പണം ഒരിക്കലും പറയൂ നിൽക്കില്ല. എത്രയോ ആളുകൾ ലോട്ടറി അടിക്കുന്നുണ്ട്, പക്ഷെ ഒരുത്തനും നന്നായത് കേട്ടിട്ടില്ല. ഇതിനെക്കുറിച്ചൊരു പഠനം പറയുന്നത്, ലോട്ടറി അടിച്ചവര് 1% നന്നായിട്ടുള്ളൂ. അപ്പൊ എന്താണ് ഇത്രയും പേർക്ക് ലോട്ടറി അടിച്ചിട്ട് നന്നാവാത്തത്? അപ്പം നേടിയതുകൊണ്ട് കാര്യമില്ല. അതിനെ നിലനിർത്താനുള്ളൊരു യോഗ്യത വേണം. എന്ത് വേണം? യോഗ്യതയില്ലാത്തവൻ്റെ അടുത്ത് എന്ത് നേടിയിട്ടും, MLA സ്ഥാനം നേടിയത് കൊണ്ട് കാര്യമുണ്ടോ? യോഗ്യതയില്ലാത്തവൻ്റെ കയ്യിൽ MLA സ്ഥാനം കിട്ടിയിട്ടും കാര്യമൊന്നുമില്ല. അതല്ലേ നമ്മൾ പത്രത്തിലൊക്കെ വായിക്കുന്നത്. അപ്പം വെറുതെ നേടുക എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. മതിയോ? നേടുക എന്ന് മാത്രം പറഞ്ഞു കൊടുത്താൽ മതിയോ? അതിനുള്ള യോഗ്യത ഉണ്ടാക്കണ്ടേ? വേണോ വേണ്ടേ? യോഗ്യതയില്ലാത്തവൻ്റെ കയ്യിൽ എന്ത് കിട്ടിയിട്ടും കാര്യമില്ല. അപ്പൊ നമ്മൾ യോഗ്യതയെക്കുറിച്ച് പറയുന്നില്ല. നമ്മൾ ഏതിനെക്കുറിച്ചേ പറയുന്നുള്ളൂ? നേട്ടത്തെക്കുറിച്ചേ പറയുന്നു. അപ്പൊ എന്താണ് യോഗ്യത?
ആ വാക്കുകളൊക്കെ ഗംഭീരാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഇതാണ് സയൻസ്. അവിടെയാണ് സയൻസ് അപ്ലൈ ചെയ്യുന്നത്. നമ്മുടെ എന്താണോ നേടേണ്ടത് അത് നേരത്തെ തന്നെ ഉള്ളിൽ ഉണ്ട്. അതായത് ഉള്ളതിൽ നിന്നേ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ. ഉള്ളതിൽ നിന്നേ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ. ഇല്ലാത്തതൊരിക്കലും നേടാൻ ഇന്നുവരെ ആർക്കും സാധിച്ചിട്ടില്ല. അപ്പൊ നേടുക എന്ന് പറഞ്ഞാൽ ഉള്ളതേ നേടാൻ സാധിക്കുന്നു. അപ്പൊ വീണ്ടും ചോദ്യം വന്നു, എന്താണ് ഉള്ളത്? അതാ ഞാൻ പറഞ്ഞ, ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറ്റുന്നതല്ല. അങ്ങനെ നമ്മൾ പഠിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് എന്തും വന്നിരിക്കുന്നത് അനന്തമായ ഒരു ബോധത്തിൽ നിന്നേ ആവാൻ പറ്റുള്ളൂ. എന്തും വന്നിരിക്കുന്നത് ഒരു അനന്തമായൊരു ബോധത്തിൽ നിന്നാണ്. അതാണ് ഇത്രയും സാധ്യതകൾ. നിങ്ങൾ നോക്കൂ, ഈ ലോകത്തിൽ കാണുന്ന സകല കണ്ടുപിടുത്തങ്ങളും മനുഷ്യന്റെ ബുദ്ധി കൊണ്ടും കഴിവുകൊണ്ടും കണ്ടെത്തിയതാണെങ്കിൽ സ്വയം പറയൂ നിങ്ങൾ. ഇന്നിപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലായാലും, ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന ടെക്നോളജി ആയാലും, ഇന്നിപ്പോൾ കാണുന്ന റോക്കറ്റുകളായാലും, ഇതൊക്കെ കണ്ടുപിടിക്കുന്നതിന് ഒരു സാധ്യത, ഇത് മനുഷ്യന്റെ മാത്രം കഴിവാണോ? അല്ലെങ്കിൽ ഇതെല്ലാം ഗവേഷണം ചെയ്യാനും കണ്ടെത്താനും അനലൈസ് ചെയ്യാനും ഇതിനെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ബോധമുള്ളത് കൊണ്ടാണോ? ഒന്ന് സ്വയം ചിന്തിച്ചു നോക്കും. ഇത് മനുഷ്യന്റെ ഒരു സ്വയം കഴിവാണോ? പറയൂ. ബോധമുള്ളത് കൊണ്ടല്ല. അപ്പൊ മനുഷ്യനിലുള്ള ബോധം എന്ന് പറയുന്നത് അനന്ത സാധ്യതകൾ ഉള്ളതായിരിക്കും, ഇല്ലയോ? പറയൂ നിങ്ങൾ. അനന്ത സാധ്യതകൾ ഉള്ള ബോധമുള്ളത് കൊണ്ടാണ് ഇന്ന് ഇത്രയും കണ്ടുപിടുത്തങ്ങൾ കൂടെ വന്നില്ലേ നേടാൻ. ഇത്രയും കണ്ടുപിടുത്തങ്ങൾ നേടിയെടുക്കാൻ പറ്റിയത്. പക്ഷേ ഇവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത്. നിങ്ങളൊക്കെ തെറ്റുപറ്റിച്ചത് അതാണ്. ഈ സാധ്യതയുള്ള ബോധത്തെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനല്ല, അതിലേക്ക് കടക്കാനല്ല നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ആരോ എഴുതി വെച്ചത് ചവച്ചരയ്ക്കുന്ന വിദ്യാഭ്യാസത്തിലേക്ക് അധപ്പതിച്ചു പോയി. കണ്ടവൻ ഛർദ്ദിച്ചു വെച്ചതല്ല പഠിക്കേണ്ടത്. ഇത് പഠിക്കേണ്ട ഒരു കാര്യമില്ലയോ സ്കൂളിൽ പോയിട്ട്? ഈ പുസ്തകങ്ങളൊന്നും പഠിക്കേണ്ടതല്ല. ഈവൻ ഭാഗവതം പോലും പഠിക്കേണ്ടതല്ല. ഇതൊക്കെ തെറ്റായിട്ട് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ എന്താ വേണ്ടത്? ഇതെല്ലാം റഫറൻസ് പുസ്തകങ്ങളാണ്. റഫറൻസ് പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെക്കുറിച്ച് കൂടുതൽ അറിയാൻ, നമ്മുടെ ബോധസാധ്യതകളെ കുറിച്ച് കൂടുതൽ അറിയാൻ സഹായിക്കുന്ന പുസ്തകങ്ങളാണ്. അത്രയേ ഉള്ളൂ. പുസ്തകം പഠിക്കാനല്ല നമ്മൾ പോകുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ബോധത്തിന്റെ സാധ്യതകളെ അറിയാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ആണോ അല്ലയോ? കൂടെ വരുന്നില്ല. ഇത് മനസ്സിലാക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണത്. എന്തിനാണ് പുസ്തകം പഠിക്കരുതെന്ന് പറയുന്നത്? ഇത് പഠിച്ചുകൊണ്ടെന്ന കാര്യം ഓരോരുത്തരും കണ്ടെത്തിയത് അവരിലെ ബോധത്തിന്റെ കൂടെ വന്നില്ല. നിങ്ങൾ മനസ്സിലാക്കിയില്ല. ഓരോരുത്തരും കണ്ടെത്തിയത് അവരിലെ ബോധത്തിന്റെ സാധ്യതകളെ അവർ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടാണ്. ആണോ അല്ലയോ? മനസ്സിലാവണ്ട ഞാൻ പറയുന്നത്? ഇത് നമുക്ക് മലയാളികൾക്ക് മനസ്സിലാവില്ല. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ അത്രയും പൊട്ട വിദ്യാഭ്യാസത്തിൽ കുരുങ്ങിപ്പോയി. ഈ സിലബസ് പഠിപ്പിക്കുന്ന, അത് ബൈഹാർട്ട് പഠിക്കുന്ന വിദ്യാഭ്യാസത്തിലേക്ക് അധപ്പതിച്ചു പോയി. കണ്ടവൻ എഴുതി വെച്ചത് ബൈഹാർട്ട് പഠിക്കുന്ന അല്ല വിദ്യാഭ്യാസം. ഓരോരുത്തരും എഴുതി വെച്ചത് അവരുടെ ബോധത്തിന്റെ കഴിവുകളെ, സാധ്യതകളെ അവര് കണ്ടെത്തിയതാണ്. അപ്പൊ ഇതൊന്ന് ഞാനെന്താ മനസ്സിലാക്കേണ്ടത്? ഇവർക്ക് ഇത് സാധിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും ചിലതെല്ലാം സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? അവരുടേത് എനിക്കൊരു മോട്ടിവേഷനാണ്, അവരുടേത് എനിക്കൊരു ഇൻസ്പിറേഷനാണ്, അവരുടേത് എനിക്കൊരു വഴികാട്ടിയാണ്. അവര് കണ്ടെത്തിയ സാധനം ഞാൻ കണ്ടെത്തണ്ട, ഞാൻ വേറൊന്ന് കണ്ടെത്താൻ ശ്രമിക്കണം. വേണ്ടേ? അല്ലെങ്കിൽ അവര് കണ്ടെത്തിയതിൽ നിന്ന് അടുത്ത പടിയിലേക്ക് ഞാൻ കടക്കണം. അതല്ലേ സയൻസിന്റെ പ്രത്യേകത. എപ്പോഴും അതൊരു ഇന്നോവേറ്റീവ് ആവുന്ന അതുകൊണ്ടാണ്.
ഒരാൾ കണ്ടെത്തിയതിൽ നിന്നും അടുത്ത തലത്തിലേക്ക്. അതൊരു റഫറൻസ് ആണ്. അത് പഠിക്കേണ്ടതാണോ, അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയെടുക്കുക മാത്രമേ വേണ്ടുള്ളതാണോ? അത്രയാണോ? അത് ബൈഹാർട്ട് പഠിക്കേണ്ടതാണോ പുസ്തകങ്ങൾ? പറയൂ. ഇതൊന്നും ബൈഹാർട്ട് പഠിക്കേണ്ട കാര്യമില്ല. മനസ്സിലാവണ്ട ഞാൻ പറയണത്. നമ്മൾ തെറ്റായൊരു വിദ്യാഭ്യാസത്തിലേക്ക് പോയി. കുട്ടികളെ സ്കൂളിൽ ആദ്യം പഠിപ്പിക്കുന്നത് ഒരു പുസ്തകവും പഠിക്കരുത് എന്നാണ്. നെവർ സ്റ്റഡി എനി ബുക്ക്. നിങ്ങൾക്ക് പഠിക്കാനുള്ളതൊന്നും പുറത്തുള്ളതല്ല. പഠിക്കാനുള്ളത് നിങ്ങളുടെ ഉള്ളിൽ അനന്ത സാധ്യതയുള്ള ബോധത്തെ. ആണോ അല്ലയോ? അവനവന്റെ ഉള്ളിലുള്ള സാധ്യതയുണ്ട്. അതിനെയാണ് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യേണ്ടത്. അതിനെയാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. ഇതിനുള്ള എല്ലാം എവിടെയുണ്ട്? എവിടെയുണ്ട്? നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ അതെങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ്. അതിനാണ് ആത്മീയത നമുക്കൊരു വഴി കാണിക്കുന്നത്. എന്താണ്? നിങ്ങളുടെ ബോധമണ്ഡലത്തിലേക്ക് ഇറങ്ങി ചെല്ലാത്തിടത്തോളം കാലം നിങ്ങൾക്കുള്ളിലുള്ളതൊന്നും കണ്ടെത്താൻ അതായത് നിങ്ങളുടെ ബുദ്ധിയുടെ വികാസം സംഭവിക്കില്ല, മനസ്സിന്റെ വികാസം സംഭവിക്കില്ല. അപ്പൊ ബോധത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്ന വികാസം വരും. ഇപ്പൊ നിങ്ങൾ നോക്കൂ, നമ്മുടെ കുട്ടികളെ നിങ്ങൾ പഠിപ്പിക്കുന്നത് വികാസത്തിലേക്കല്ല, സങ്കുചിതത്വത്തിലേക്കാണ്. അവരാ പഠിച്ചത് മാത്രം അവർക്ക് അറിയുള്ളൂ. അതിനപ്പുറത്ത് വല്ലതും ചോദിച്ചാൽ ഒന്നും അറിയില്ല. ബൈഹാർട്ട് പിടിച്ച് ശീലങ്ങളാക്കി കഴിഞ്ഞു. ഇതുപോലെ അവരുടെ മനസ്സ് വികസിക്കുകയല്ല ചെയ്യുന്നത്, വളരെ സ്വാർത്ഥതയിലേക്ക് ചുരുങ്ങി പോവുകയാണ്. എവിടെയാണ് മനുഷ്യൻ നന്നാവുന്നത്? വിദ്യാഭ്യാസം കൊണ്ട് നന്നാവല്ല, അധപ്പതനത്തിലേക്കാണ് പോയത്. അതുകൊണ്ടാണ് ഞാൻ ഈ വിദ്യാഭ്യാസം ടോട്ടലി തെറ്റാണെന്ന് ഞാൻ പറയുന്നത്. സ്കൂളുകൾ അടച്ചിടണമെന്ന് ഞാൻ പറയണത്. ദിസ് ഇസ് നോട്ട് ദ എഡ്യൂക്കേഷൻ. ഞാൻ പറയണത് മനസ്സിലാവുണ്ട് നിങ്ങൾക്ക്? അതായത് വ്യക്തിക്ക് വികാസവും വ്യക്തിക്ക് സ്വയം കണ്ടെത്താനും കഴിവ് ഡെവലപ്പ് ചെയ്യാൻ വിദ്യാഭ്യാസത്തിന് സാധിക്കുന്നില്ലെങ്കിൽ ആ വിദ്യാഭ്യാസം കൊണ്ട് പറയൂ നിങ്ങൾ പ്രയോജനമില്ല. ഇന്ന് നിങ്ങൾ നോക്കൂ, നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്തോറും അവരുടെ കഴിവുകൾ കണ്ടെത്തിക്കൊണ്ടോ അവരുടെ മനോബലം വർദ്ധിപ്പിച്ചുകൊണ്ടോ അവരുടെ മനോവികാസത്തിലൂടെ മറ്റുള്ളവരുമായി സഹകരിച്ച് സ്നേഹിച്ച് സഹായിച്ച് പോകുന്ന ഒരു മനസ്സിലേക്കാണോ എത്തുന്നത്? നമ്മുടെ സ്കൂളിൽ നിന്ന് ഇറങ്ങുന്ന കുട്ടികളിൽ അങ്ങനെയൊക്കെ വരുന്നുണ്ടോ? ഈ വികാസങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടോ? പറയൂ. അപ്പൊ പിന്നെ ഈ വിദ്യാഭ്യാസം കൊണ്ട് എന്താ കാര്യമുള്ളത്? ഇത് തെറ്റായ വിദ്യാഭ്യാസം. ഇത് നമുക്ക് മാറ്റിയെടുക്കാൻ ഒരു വഴി, നമ്മൾ കുട്ടികളെയൊക്കെ ക്ഷേത്രങ്ങളിൽ കൊണ്ടുവന്ന് നാമജപ സംസ്കാരങ്ങളിലേക്ക് കൊണ്ടുവരാം. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ ജീവിത ലക്ഷ്യം അവന്റെ ബോധത്തിലേക്ക് വികസിക്കലാണ്. അതായത് ഇനിയും നമുക്ക് ബോധത്തിലേക്ക് കൂടുതൽ ഉയരേണ്ടതുണ്ട്, വികസിക്കേണ്ടതുണ്ട്. കാരണം നാം ഓരോരുത്തരും വന്നിരിക്കുന്നത്, നിങ്ങളുടെ മനസ്സ് പ്രകടമായിരിക്കുന്നത് കൂടെ വരുന്നില്ലേ നിങ്ങൾ? ഏതിൽ നിന്നാണ്? അനന്ത ബോധത്തിൽ നിന്നാണെന്ന വ്യക്തത നമുക്ക് വേണം. ഞാൻ വന്നത് അവർക്ക് പറയൂ ബോധത്തിൽ നിന്നാണ്. കാരണം രാവിലെ ഉണരണമെങ്കിൽ എൻ്റെ മനസ്സിനെ ആരുണർത്തണം? ഈ വ്യക്തത നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലായി എൻ്റെ ജീവിതത്തിൽ ഞാൻ നേടേണ്ടത് ഏതൊരു ബോധത്തിൽ നിന്നാണോ ഞാൻ വന്നത്. തിരിച്ചാ ബോധത്തിലേക്ക് ഞാൻ എത്തിയിട്ടില്ലെങ്കിൽ എനിക്ക് ഈ ജന്മം ഉണ്ടായിട്ടും കാര്യമില്ല. ഞാൻ കളഞ്ഞു കുളിച്ചു. ഏതിൽ നിന്ന് വന്നുവോ അതിലേക്ക് ഞാൻ എത്തിച്ചേരണം. അപ്പൊ നിങ്ങൾ വീട്ടിൽ നിന്ന് വന്നവർ തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. നിങ്ങൾ നോക്കൂ, ഇതൊക്കെ പറയാനാണ് ഋഷിവര്യന്മാർ ഉദാഹരണം പറയണത്, ഇല്ലേ? ആകാശാൽ പതിതം തോയം യഥാ ഗച്ഛതി സാഗരം. എവിടെ വീഴുന്ന മഴവെള്ളമായാലും ശരി, ഇതെല്ലാം കുത്തിയൊലിച്ച് പുഴയിലേക്ക് എത്തി, പുഴ ഇതെല്ലാം കൂടി എത്തിക്കുന്നു എവിടെ? സമുദ്രത്തിലേക്ക്. കാരണം ഇതെല്ലാം സമുദ്രത്തിലെ വെള്ളം നീരാവിയായി കാർമേഘമായി മാറിയതാണ്. ആണോ? അപ്പൊ തിരിച്ചതെല്ലാം എവിടേക്ക് തന്നെ എത്തണം? കടലിലേക്ക് എത്തണം. അതെന്താ കാരണം? എവിടെ നിന്നാണോ ഇത് പുറപ്പെട്ടത് അവിടേക്ക് എത്തിച്ചേരുക എന്നതാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? നമ്മുടെ ജീവിതത്തിൽ എന്താണ് നേടേണ്ടത്? നമ്മൾ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത്?
ഈ വ്യക്തത നമുക്കില്ല, അതാ പ്രശ്നം. ഈ വ്യക്തത ഇല്ല നിങ്ങൾക്ക്. ഇത് ഉറപ്പിക്കാനാണ് സപ്താഹത്തിന് പോകുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അനന്തമായ ബോധത്തിൽ നിന്നാണെന്ന് മറക്കാതെ കൊണ്ടു നടക്കണം. ഇത് കൂടുതൽ കൂടുതൽ നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കണം. അതുകൊണ്ട് ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എന്തിനാണ്? തിരിച്ച് എൻ്റെ മനസ്സിനെ ആ അനന്തബോധത്തിലേക്ക് എത്തിക്കാനാണ്. ഇതിൽ വേറെ ആർക്കും എന്നെ സഹായിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ചുറ്റുപാടും എൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യത്തെക്കുറിച്ചിരുന്ന് ദുഃഖിച്ച് വിഷമിച്ച് കരഞ്ഞിട്ട് അതല്ല എൻ്റെ ലക്ഷ്യം. അവിടെ എന്ത് 101 പ്രശ്നമുണ്ടെങ്കിലും അതിലൊന്നും കുരുങ്ങിയിരിക്കാനല്ല ഞാൻ വന്നത്. ഞാൻ വന്നത് എൻ്റെ മനസ്സിനെ ഉയർത്തി ഉയർത്തി ആ പൂർണ്ണതയിലേക്ക് എത്തിക്കാനാണ്. ഈ ബോധം നിങ്ങളുടെ ഉള്ളിൽ തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ജീവിതത്തിൽ തളരുകയില്ല. കാരണം നിങ്ങളുടെ ഉള്ളിൽ ഉറച്ച ബോധമുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ ഉറച്ച വ്യക്തതയുണ്ട്. ഇത് പലർക്കും ഇല്ല. വെറുതെ സപ്താഹത്തിന് പോയി വായിൽ നോക്കിയിരുന്നിട്ട് എന്താ കാര്യം? വെറുതെ സപ്താഹത്തിന് പോയി ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നിട്ട് എന്താ കാര്യം? വെറുതെ സപ്താഹത്തിന് പോയിട്ട് നമ്മൾ കഥ കേട്ടിട്ട് എന്താ കാര്യം? കഥ കേട്ട് കഥ തീർക്കാനുള്ളതല്ല ജീവിതം. കഥയുള്ളൊരു ജീവിതം ഉണ്ടാക്കാനാണ്. അപ്പൊ അതിന് നമുക്ക് ഈ വ്യക്തതയുണ്ടാവാൻ നമ്മൾ ഉറപ്പിച്ചുറപ്പിച്ചു വെക്കണം. ഞാൻ വന്നത് ഉറക്കെ പറയൂ, ബോധത്തിൽ നിന്നാണ്. അനന്ത സാധ്യതയുള്ള ബോധത്തിൽ നിന്നാണ്. ഞാൻ തിരിച്ചെത്തേണ്ടതും ആ ബോധത്തിലേക്കാണ്. അപ്പോഴേ എൻ്റെ ജീവിതത്തിൻ്റെ യാത്ര പൂർണ്ണമാവുള്ളൂ. പൂർണ്ണമിതം. ഇതെല്ലാം ഉറപ്പിച്ചങ്ങനെ കോൺക്രീറ്റ് പോലെ വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ എന്തിനാ രാവിലെ എണീക്കുന്നത്, ഞാൻ എന്താ ചെയ്യേണ്ടത്, മനസ്സിലായില്ലേ? അപ്പൊ ഓരോ നമ്മുടെ അനുഷ്ഠാനവും ആ പൂർണ്ണതയിലേക്ക് നമ്മളെ കൂടുതൽ കൂടുതൽ എത്തിക്കുന്ന പടവുകളായി മാറും. അപ്പൊ അത് നമ്മൾ ചെയ്യുന്നതിലെല്ലാം ആത്മാർത്ഥതയും അർപ്പണവും അലിവും ലയവും കൂടും. അല്ലെങ്കിൽ നിങ്ങൾ യാന്ത്രികമായി ചെയ്യും. കാരണം നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുന്നത് എങ്ങോട്ട് അടുപ്പിക്കാനാണ്, എങ്ങോട്ടെത്തിക്കുക. ഇപ്പൊ നമുക്ക് തോണി തുഴയുന്നവൻ, ആ തുഴയുന്ന ആളുടെ ലക്ഷ്യം എന്താണ്? ഒരു കരയിൽ നിന്നും മറുകരയിലേക്ക് എത്തുക എന്നുള്ളതാണ്. ആണോ? അപ്പം ചില സമയത്തുണ്ടല്ലോ നല്ല കുത്തൊഴുക്കുണ്ടാവും. തോണിയിൽ യാത്ര ചെയ്തിട്ടുള്ളവരുണ്ടോ? നല്ല കുത്തൊഴുക്ക് വരുന്ന സമയത്ത് നേരെ ക്രോസ് ചെയ്യാൻ പറ്റില്ല. ഈ വേനൽക്കാലത്ത് തോണി തുഴയുന്നതും മഴക്കാലത്ത് തോണി തുഴയുന്നതും വ്യത്യാസമുണ്ട്. അപ്പൊ മഴക്കാലത്താണെങ്കിൽ ഇവരെന്ത് ചെയ്യും? പുഴയുടെ ഒരു സൈഡിലൂടെ കൊണ്ടുപോകും. അതായത് പോവേണ്ട പോയിന്റിലേക്ക് നേരെ പോവില്ല. ആദ്യം എതിർദിശയിൽ കുറെ മേലോട്ട് കയറിപ്പോകും. പിന്നെ പതുക്കെ ക്രോസ് ചെയ്യും. അതെന്തിനാ മുകളിലേക്ക് കുറെ കയറിപ്പോയത്? കാരണം ഇങ്ങനെ പെട്ടെന്ന് ക്രോസ് ചെയ്താൽ ആ തള്ളലില്, ആ ഒഴുക്കിന്റെ ശക്തിയിൽ തോണി താഴോട്ട് പോവും. അപ്പൊ കുറച്ചങ്ങോട്ട് മേലോട്ട് പോയി പതുക്കെ ക്രോസ് ചെയ്യുമ്പം ആ മുകളിലത്തെ ഫോഴ്സിൽ ക്രമേണ എത്തേണ്ട ഒരു ഡയറക്ഷനിലേക്ക് വരും. എന്നിട്ട് പതുക്കെ അപ്പുറത്തേക്ക് കിടക്കും. അങ്ങനെയല്ലേ തോണി തുഴയുന്നവർ ചെയ്യുക? ആണോ? നേരെ ഡയറക്റ്റ് ആയിട്ട് പോയില്ല. അതായത് ഇവിടുന്ന് ഇങ്ങനെ പോകുന്നതിന് പകരം ഇങ്ങനെ പോകും. അപ്പൊ ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പം ഈ വെള്ളത്തിന്റെ ഒഴുക്കില് ക്രമേണ ഈ പോയിന്റിലേക്ക് എത്തും. അല്ലേ? ആണോ അല്ലയോ? ഇതുപോലെയാണ് നമ്മളും ജീവിതം കൊണ്ട് നടക്കുന്നത്. അതായത് ലക്ഷ്യം നമ്മുടെ ഉള്ളിൽ കുറച്ച് പൂർണ്ണതയിലേക്ക് എത്തുക. ഇനി നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. വേറെ ആർക്കും വേണ്ടിയിട്ടല്ല. ആർക്ക് വേണ്ടിയിട്ട്? എന്നെ ആ പൂർണ്ണതയിലേക്ക് എത്തിക്കാനാണ്. അപ്പോ ഏത് ചടങ്ങ് ചെയ്യുമ്പോഴും ഏത് കാര്യത്തിൽ പങ്കെടുക്കുമ്പോഴും നമ്മളിലെ ആത്മാർത്ഥത വളരെ കൂടി വരും. അപ്പൊ അതിൽ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും. എന്നാലും നമുക്ക് മനസ്സിലാവും ഈ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ അനുഭവിക്കുന്നുണ്ടെങ്കിലും ക്രമേണ എൻ്റെ മനസ്സിനെ എനിക്ക് ഉയർത്തിയെടുക്കാൻ സാധിക്കും. അപ്പൊ ഇന്നലെ നമ്മൾ കണ്ടു, മനുഷ്യന്റെ ജീവിതത്തെ പുറകോട്ട് വലിക്കുന്ന വികാരങ്ങളിൽ
ശക്തമായ വികാരമാണ് ഭയം എന്നത്. ഒരു വശത്ത് പൂർണ്ണതയിലേക്ക് എത്തണം എന്ന് ആഗ്രഹിച്ചാലും കാര്യമൊന്നുമില്ല പെട്ടെന്ന്. കാരണം നമ്മൾ മുകളിലേക്ക് കയറണം എന്ന് വിചാരിച്ചാലും നേരത്തെ പറഞ്ഞ കുത്തൊഴുക്കുണ്ടല്ലോ വെള്ളത്തിന്റെ, അതിൽ ശക്തമായൊരു ഒഴുക്കാണ് ഭയം എന്നത്. ഇത്തരം ഭയം, ദുഃഖം തുടങ്ങിയിട്ടുള്ള വികാരങ്ങൾ നമ്മളെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ അത്ര എളുപ്പത്തിൽ പറയൂ. ഇപ്പൊ നോക്കൂ, അക്കരയ്ക്ക് എത്തണം, തോണിയുണ്ട്, പക്ഷെ ഈ വെള്ളത്തിന്റെ കുത്തൊഴുക്ക് നമ്മളെ അക്കരയിലേക്ക് എത്തിക്കാൻ, ഉറക്കെ പറയൂ, തോണിയുണ്ട്, എല്ലാം ഉണ്ട്, അക്കരയ്ക്ക് എത്തുകയും വേണം. പക്ഷെ വെള്ളത്തിന് നല്ല വലിയ, അപ്പൊ പെട്ടെന്ന് അക്കരയ്ക്ക് എത്താൻ പറ്റുമോ? ഇല്ല. ചില നാക്കിൽ നമ്മൾ വേണം വെള്ളത്തിൽ അക്കരയ്ക്ക് എത്താൻ, അല്ലേ? നേരത്തെ പറഞ്ഞ പോലെ മുകളിലേക്ക് കയറി ക്രോസ് ചെയ്യണം. ഇതുപോലെ പൂർണ്ണതയിലേക്ക് എത്താൻ നമ്മളെ തടസ്സം സൃഷ്ടിക്കുന്ന ഒഴുക്കാണ് ഭയം, ദുഃഖം, ആലസ്യം തുടങ്ങിയ ദുർബല വികാരങ്ങൾ. മനസ്സിലാവുണ്ടല്ലോ? ഇത്തരം വികാരങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടോ? കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, അസൂയ, സംശയം, ഭയം, ഇതൊക്കെ ഉണ്ടോ? ഇതൊന്നും നിങ്ങളുടെ ഉള്ളിലില്ല. ഇതൊന്നും നമ്മുടെ ഉള്ളിലില്ല. ഇതേ ഉള്ളൂ. അതുകൊണ്ടാണ് ആ ഉച്ചയ്ക്ക് നിർത്തുന്ന സമയത്ത് നമുക്ക് നിയന്ത്രണം കിട്ടാത്തത്. ഒരാൾ എണീറ്റാൽ നമ്മളൊക്കെ എണീറ്റ് ഓടാൻ തയ്യാറായി. ഒരുപക്ഷെ PT ഉഷ ഓടിയുണ്ടാവില്ല അത്ര സ്പീഡില്. നമുക്ക് സ്വയം നിയന്ത്രണം വിടും. ഒരാൾ നമ്മളെ പ്രകോപിപ്പിച്ച പെട്ടെന്ന് ദേഷ്യം വരുന്നൊക്കെ എന്തുകൊണ്ടാണ്? ഇത്തരം സാധനങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ പെട്ടെന്ന് പൊങ്ങി വരും. ഉണ്ടോ? ഒരു നല്ല തേനീച്ചക്കൂട് എവിടെയുണ്ട്? വീടിന്റെ ഉള്ളിലല്ല, ഈ മനസ്സിന്റെ ഉള്ളിലുണ്ട്. ഇവരെല്ലാം കൂടി പൊങ്ങി വരും. അപ്പൊ ഇത്തരം ദുർബല വികാരങ്ങൾ നമ്മളെ കൂടുതൽ ബോധത്തിലേക്ക് എത്തിക്കാൻ തടസ്സം സൃഷ്ടിക്കുന്നതാണ്. അപ്പൊ ഈ വികാരങ്ങളെ എങ്ങനെ ഞാൻ മറികടക്കും? ഇപ്പൊ നമ്മളൊക്കെ അമ്പലത്തിൽ പോകുന്നുണ്ടെങ്കിലും ഈ വികാരങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയില്ല. നമ്മുടെ വിചാരം ഇതൊക്കെ ദൈവം നോക്കിക്കോളെന്ന് പറഞ്ഞിട്ട് മൊത്തം ദൈവത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്, കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണ്. എന്നാൽ ഇതൊക്കെ പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക, ഇതൊരു ദൈവത്തിനോ ഒരാൾക്കോ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഇത് മുഴുവൻ മാറ്റിയെടുക്കേണ്ടത് ആരാണ്? നമ്മളാണ്. ഇതൊരു സയൻസാണ്. എന്താ പറയുന്നത്? ദുർബല വികാരങ്ങളെ, ഉള്ളിലുള്ളതിനെ നശിപ്പിക്കാൻ സാധ്യമല്ല, പക്ഷെ ഇതിനെ നമുക്ക് പരിവർത്തനം വരുത്തിയെടുക്കാം. എപ്പോഴും ഈ ബോധം നിങ്ങളുടെ ഉള്ളിലുണ്ടാവണം. അതായത് ദുഃഖം, വിഷമം, വേദന, ഇതൊന്നും ഈ ജന്മം നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല. കാരണം ഇതെല്ലാം ഒരു എനർജിയാണ്. എനർജി കാൺ ബി ഡിസ്ട്രോയ്ഡ്. ഈ പ്രപഞ്ചത്തിൽ ഈ രണ്ടേ ഉള്ളൂ, എനർജിയും മാറ്ററിയും. നിങ്ങളുടെ തോട്ട്സുകളൊക്കെ എനർജിയാണ്. ഈ എനർജിയെ ഒരിക്കലും ഡിസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് ഇൻഡെസ്ട്രക്റ്റബിൾ. അതിനെ നശിപ്പിക്കാൻ സാധ്യമല്ല. പിന്നെ അതിനെന്തേ ചെയ്യാൻ പറ്റുന്നുള്ളൂ? അതിനെ നമുക്ക് കൺവേർഷൻ ഓഫ് എനർജിയാണ്. ഒരു എനർജിയെ നമുക്ക് മറ്റൊന്നായി കൺവേർട്ട് ചെയ്തെടുക്കാം, ട്രാൻസ്ഫോം ചെയ്യും. ഇപ്പൊ സോളാർ എനർജി എടുത്തിട്ട് ഇലക്ട്രിക് എനർജി ആയിട്ട് മാറ്റാം, ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? ഇപ്പം ഒരുപാട് വീടുകളിലൊക്കെ സോളാർ വെച്ചിട്ടില്ലേ? ഉണ്ടോ ഇല്ലയോ? ഈ സോളാർ പാനലുകൾ ഉപയോഗിച്ച് നമ്മൾ AC DC ആക്കുന്ന പോലെ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ഉള്ളിലുള്ള എനർജിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺവേർട്ട് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ദേഷ്യം, നിങ്ങളുടെ ദുഃഖം, അതുകൊണ്ടാണ് ആരുടെയും സ്വഭാവം മാറ്റാൻ പറ്റാത്തത്. മനസ്സിലാവുണ്ടല്ലോ എന്തുകൊണ്ട്? സ്വഭാവം മാറണമെങ്കിൽ ചില അനുഷ്ഠാനങ്ങൾ ശക്തമായി നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ അനുഷ്ഠാനത്തിന്റെ തീവ്രതയിൽ ഉള്ളിലുള്ള ദുർബല വികാരങ്ങളുടെ തീവ്രത കുറയും. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ ഉള്ളിലുള്ള തീവ്ര വികാരങ്ങളുടെ ഊർജം മുഴുവൻ അനുഷ്ഠാനത്തിന്റെ ശക്തി കൊണ്ട് കൂടെ വന്നില്ലേ? നിങ്ങൾ വന്നില്ല. നിങ്ങൾക്കത് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്? അതായത് നമ്മുടെ ഉള്ളിൽ എല്ലാവരുടെ ഉള്ളിലും ദേഷ്യമുണ്ട്, പേടിയുണ്ട്, ദുഃഖമുണ്ട്. ഉണ്ടോ?
സംശയ രോഗങ്ങളുണ്ട്. ഉണ്ടോ? ഉറക്കെ പറയൂ. വേദനകളുണ്ട്. ഇതൊക്കെ ഉള്ളിലുള്ളത് എപ്പോഴും ഓർക്കണം, ഇരുട്ടാണ്. ഇതിനെ ഇരുട്ടായി കാണണം. ഇതെല്ലാം ഇരുട്ടാണെന്ന് വിചാരിക്കുക. ഇരുട്ട് വന്നു കഴിഞ്ഞാൽ ഇരുട്ടിനെ നിങ്ങൾക്ക് ഊതി പറഞ്ഞയക്കാൻ പറ്റുമോ? ആട്ടി പറഞ്ഞയക്കാൻ പറ്റുമോ? വെള്ളമടിച്ചിട്ട് പറഞ്ഞയക്കാൻ പറ്റുമോ? ഇരുട്ട് മാറ്റാൻ എന്തേ വഴിയുള്ളൂ? അത് മാത്രം ഓർത്താൽ ഇരുട്ട് മാറ്റാൻ എന്തേ വഴിയുള്ളൂ? വെളിച്ചം. വെളിച്ചത്തിന്റെ തീവ്രത കൂടുന്തോറും ഇരുട്ടിന് എന്ത് സംഭവിച്ചു? ഇരുട്ട് പോയോ? ഇരുട്ട് അകന്നു പോണ്ടോ? ഇരുട്ട് പറയണ്ടോ ഞാൻ പെരുമ്പാവൂരിൽ നിന്ന് പോയിട്ട് വരാന്ന്? ഇരുട്ട് എങ്ങോട്ടും പോകുന്നില്ല. വെളിച്ചത്തിന്റെ തീവ്രത പോട്ടെ, അപ്പൊ എന്തായി? വെളിച്ചത്തിന്റെ തീവ്രത പോയാൽ എന്തായി? വീണ്ടും ഇരുട്ട് അവിടെ തന്നെയുണ്ട്. വീണ്ടും വെളിച്ചത്തിന്റെ തീവ്രത കൂട്ടിയാൽ ഇരുട്ട് പോയി. അപ്പൊ ഈ ഇരുട്ട് പോയിട്ടില്ല, ഇരുട്ട് അവിടെയുണ്ട്. പക്ഷെ വെളിച്ചത്തിന്റെ തീവ്രതയിൽ ഇരുട്ടിന് ഒരിക്കലും നിലനിൽക്കാൻ സാധ്യമല്ല. ഇത്രയും മനസ്സിലായോ? ഇരുട്ട് പോയിട്ടില്ല. ഇരുട്ടിന് എങ്ങോട്ടും പോകാൻ പറ്റില്ല. ഇരുട്ടിനെ നശിപ്പിക്കാൻ പറ്റില്ല. വെളിച്ചം ഉണ്ടെങ്കിലും ഇരുട്ടിനെ നശിപ്പിക്കാം. കാരണം എങ്ങനെ മനസ്സിലായി? വെളിച്ചത്തിന്റെ തീവ്രത പോയാൽ, വെളിച്ചത്തിന്റെ ശക്തി കുറഞ്ഞാൽ അവർക്ക് പറയൂ. അപ്പൊ നോക്കൂ, ഈ സ്റ്റേജിലേക്ക് നോക്കൂ നിങ്ങൾ. ഇവിടെ വെളിച്ചത്തിന്റെ തീവ്രതയുള്ളതുകൊണ്ട് ഒരു അംശം പോലും ഇരുട്ടില്ല. ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഈ ഷെയ്ഡ് ഉള്ളത് കൊണ്ട് ഇവിടെ ചെറിയൊരു ഇരുട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. മനസ്സിലാവുണ്ടോ? മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? എന്നതുപോലെ ദുഃഖവും വിഷമവും വേദനയും ഭയവും ഒക്കെ മാറ്റാൻ നിങ്ങൾക്ക് പറ്റില്ല. എന്നാൽ നിങ്ങളുടെ മനസ്സ് അനുഷ്ഠാനമാകുന്ന വെളിച്ചത്തിലേക്ക് തിരിയും തോറും അനുഷ്ഠാനമാകുന്ന വെളിച്ചത്തിന്റെ തീവ്രത കൂടുമ്പോൾ ദുഃഖത്തിന്റെയും വിഷമത്തിന്റെയും ഇരുട്ടിന്റെ തീവ്രത കുറയും. നിങ്ങൾ ദുഃഖത്തെ നശിപ്പിക്കുകയല്ല ചെയ്തത്, പക്ഷെ ദുഃഖത്തിന്റെ തീവ്രത കുറച്ചു. അതിന്റെ തീവ്രത കുറയ്ക്കണമെങ്കിൽ എന്ത് വേണം? ഇരുട്ടിന്റെ തീവ്രത കുറയണമെങ്കിൽ എന്ത് വേണം? ഇരുട്ടിന്റെ തീവ്രത കുറയണമെങ്കിൽ എന്ത് വേണം? വെളിച്ചത്തിന്റെ തീവ്രത കൂട്ടും. ദുഃഖത്തിന്റെയും വിഷമത്തിന്റെയും ഭയത്തിന്റെയും അസ്വസ്ഥതകളുടെയും ഒക്കെ തീവ്രത കുറയ്ക്കണമെങ്കിൽ എന്ത് വേണം? അനുഷ്ഠാനത്തിന്റെ തീവ്രത കൂട്ടണം. ഇത് നിങ്ങൾക്ക് വ്യക്തമായാൽ നിങ്ങളുടെ ആത്മാർത്ഥത കൂടി. കാരണം നിങ്ങൾക്ക് ദുഃഖത്തെ മറികടക്കാൻ ഇതേ വഴിയുള്ളൂ. കാരണം ദുഃഖത്തെ നശിപ്പിക്കാൻ ഒരാൾക്കും, ഉറക്കെ പറയൂ, ഏതുപോലെ? ഇരുട്ടുപോലെ. ഇരുട്ടിനെ നമുക്ക് ഇല്ലാതാക്കാൻ ഒരിക്കലും സാധ്യമല്ല. പക്ഷെ വെളിച്ചത്തിന്റെ തീവ്രത കൂടിയാൽ ഇരുട്ട് അവിടെ മറഞ്ഞ പോലെ. ഇരുട്ടിന് ഇങ്ങോട്ട് പുറത്തേക്ക് വരാൻ പറ്റില്ല. കാരണം വെളിച്ചം ഒരിക്കലും ഇരുട്ടിനെ പുറത്തേക്ക് വരാൻ അനുവദിക്കില്ല. അപ്പം ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയാൽ, ഒരാള് അനുഷ്ഠാനത്തിന്റെ തീവ്രതയിലേക്ക് എത്തിയാൽ അവർക്ക് ദുഃഖം ഉണ്ടാവുമോ? ഇല്ല. കാരണം ദുഃഖത്തിന് അങ്ങോട്ട് പുറത്തു വരാൻ അനുഷ്ഠാനത്തിന്റെ ശക്തി ഒരിക്കലും അനുവദിക്കില്ല. അപ്പൊ അതിന് നമുക്ക് 3 ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടതാണ്, അല്ലെങ്കിൽ 3 പരിശീലനങ്ങൾ ആവശ്യം. എങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ദുഃഖങ്ങളെ നമുക്ക് മറികടക്കാം? എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ഇതാണ് 2-ാം സ്കന്ധം. നമ്മൾ 11-ാം സ്കന്ധത്തിലാണ് നിൽക്കുന്നത്, മറക്കരുത്. ഇപ്പൊ നമ്മൾ ഏത് സ്കന്ധത്തിലാണ്? 11. 11-ൽ 2-ൽ 45, 46, 47 ആ 3 സ്റ്റെപ്പുകൾ നമുക്ക് പറഞ്ഞു തരികയാണ് എങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള ഇരുട്ടിന്റെ തീവ്രത കുറയ്ക്കണം. ഏതിരുട്ടാണ്? ഇവിടെ ഇരുട്ട് എന്നൊക്കെ ഞാൻ പറയുമ്പം അസതോമ സദ്ഗമയ എന്നൊക്കെ പറയുമ്പോൾ, തമസോമ ജ്യോതിർഗമയ എന്ന് പറയുമ്പം ഈ തമസ് ഏതാണ്? നമ്മുടെ ഉള്ളിലുള്ള ഈ ഇരുട്ട് ഏതാണ്? നമ്മുടെ ഉള്ളിലുള്ള ദുർബലങ്ങളായ നമ്മുടെ വികാരങ്ങളെ ഇരുട്ടായി കാണണം.
ദുഃഖം, വിഷമം, വേദന, വിഷാദം, ഭയം, അസ്വസ്ഥതകള്, ഇല്ലേ? ഇതിനൊക്കെയാണ് നമ്മൾ എന്തായി കാണേണ്ടത്? ഇത്തരം ദുർബല വികാരങ്ങളെയാണ് അവർക്ക് പറയൂ തിരിച്ച് ഇരുട്ടായിട്ട് നമ്മൾ കാണേണ്ടത്. ഇതിന്റെ തീവ്രത എങ്ങനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും നോക്കാം. നമുക്ക് 47-ാം ശ്ലോകം താഴെ നിന്ന് മുകളിലേക്ക് പോവാം. 47, 46, 45. അവിടെ പറയുന്നു, അർച്ചായാമേവ ഹരയേ പൂജാമ്യ ശ്രദ്ധയേ ഹതേ ന തൽഭക്തേഷു ചാന്യേഷു സഭക്ത പ്രാകൃത സ്മൃത. അപ്പൊ പ്രാകൃത ഭക്തിയിൽ നിന്നും തുടങ്ങണം. പ്രാകൃതം എന്ന് പറഞ്ഞാല് ഇവിടെ ബാർബറീസ് എന്നുള്ള ഇംഗ്ലീഷ് വാക്കല്ലേ. ഇവിടെ പ്രാകൃതം എന്ന് പറഞ്ഞാൽ പ്രകൃതി സംബന്ധമായത് നടത്താം. അതായത് ശ്രദ്ധിക്കുക, മനുഷ്യന് കൂടുതൽ കൂടുതൽ തൻ്റെ അവബോധത്തിലേക്ക് ഉയരാൻ, മനുഷ്യന് കൂടുതൽ കൂടുതൽ തൻ്റെ ആത്മശക്തി ഉണർത്താൻ, മനുഷ്യന് കൂടുതൽ കൂടുതൽ ദുരിത ദുഃഖങ്ങളെ മറികടക്കണമെങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ അനുഷ്ഠാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ്. ശ്രദ്ധ അനുഷ്ഠാനത്തിൽ ഉറപ്പിച്ചു നിർത്താനുള്ളൊരു കഴിവ്. ശ്രദ്ധ ഒരിടത്ത് ഉറപ്പിച്ചു നിർത്തിക്കഴിഞ്ഞാൽ അതിന് പിന്നീട് ദുഃഖത്തിന്റെ ഇരുട്ടിലേക്ക് പെട്ടെന്നൊരു ആകർഷണം ഇവിടെ വന്നില്ലേ നേടെ. ഈ ജീവിതത്തില് നമ്മൾ ദുഃഖങ്ങൾ അനുഭവിക്കുന്നതിന് കാരണം കേവലം ഒരാൾ ദുഃഖം ഉണ്ടാക്കുന്നത് കൊണ്ടല്ല. ആ ദുഃഖത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ പോയി അത് തന്നെ മനസ്സ് വീണ്ടും വീണ്ടും ചിന്തിക്കുന്നുണ്ട്. ആ ശ്രദ്ധ അതിലേക്ക് പോയിട്ടില്ലെങ്കിലോ, നിങ്ങളെ ഒരു ബംഗാൾ ഭാഷയിൽ 4 ചീത്ത വിളിച്ചു, നിങ്ങൾക്ക് വല്ല ദുഃഖമുണ്ടോ? എന്തുകൊണ്ട്? കാരണം നിങ്ങൾക്ക് ബംഗാളി അറിയില്ല. നിങ്ങൾ അവനെ മലയാളത്തിൽ 4 ചീത്ത വിളിച്ചു, അവന് വല്ല വിഷമമുണ്ടോ? അവന് വിഷമമുണ്ട്, കാരണം അവന് മലയാളം അറിയാം. കാരണം കേരളത്തിലെ എല്ലാ ബംഗാളിക്കും നല്ലോണം മലയാളം അറിയാം. എന്നാൽ മലയാളിക്ക് എന്തറിയില്ല. അതുകൊണ്ട് അവര് സുന്ദരമായിട്ട് ചീത്ത വിളിക്കും. മനസ്സിലായില്ലേ? ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഒരുപാട് ചീത്ത വിളിക്കും. ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ പോയപ്പോൾ അവിടുത്തെ സൂപ്പർവൈസർ മലയാളി എന്തോ ബംഗാളിയോട് പറഞ്ഞു. അവൻ നല്ല ചീത്ത വിളിക്കും. അതിന്റെ 1-2 വാക്കുകളൊക്കെ എനിക്ക് അറിയാം ബംഗാളി. എനിക്കിത് മനസ്സിലായപ്പോ നല്ല ചീത്തയെ വിളിക്കുന്നത് എന്ന്. ഞാൻ ആ സൂപ്പർവൈസറോട് ചോദിച്ചു, എന്താ പറയുന്നത്? ഇല്ല, അവൻ വേറെന്തോ ഒരു കാര്യം പറയുകയാണെന്ന്. ഇവനെ ചീത്ത വിളിക്കുകയാണേ, നല്ല മുഴുത്ത ചീത്ത. കാരണം അവന് നല്ല കോൺഫിഡൻസ് ആണ്, ഇവന് യാതൊന്നും അറിയില്ല. ഞാൻ ആ ബംഗാളിയോട് പറഞ്ഞു, നീ അവനെ ചീത്തയെ വിളിച്ചതെന്നുള്ള പാവത്തിന് അറിയില്ല കേട്ടോ. ഇവൻ എന്റെ മുഖത്തേക്ക് നോക്കുകയാണ്, എന്നോട് ഒരു മിണ്ടണ്ടാന്ന്. ഇനിയിപ്പോ അതിനെക്കുറിച്ചൊരു കുഴപ്പമുണ്ടാക്കണ്ട. അപ്പം നമുക്ക് ചില ഭാഷ അറിയില്ലെങ്കിൽ ആ ഭാഷയിൽ നമ്മൾ ചീത്ത വിളിച്ചാൽ പോലും, കാരണം നമ്മുടെ ശ്രദ്ധ അതിലേക്ക് പോവോ? കാരണം നമുക്ക് അതിനെക്കുറിച്ച് അവർക്ക് പറയൂ അറിയില്ല. അപ്പോ ശ്രദ്ധയിലല്ലേ കാര്യങ്ങൾ ഇരിക്കുന്നത്. ഒരാള് നിങ്ങളെ ചീത്ത വിളിച്ച് അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പോവാതെ നിങ്ങൾക്ക് അതിനെ മാറ്റി നിർത്താൻ സാധിച്ചാൽ നിങ്ങൾക്ക് ദുഃഖമുണ്ടോ? പറയൂ. അപ്പൊ നമ്മുടെ ശ്രദ്ധയെ മാറ്റിയെടുക്കാനുള്ള, മറ്റൊന്നിൽ ഉറപ്പിക്കാനുള്ള ഒരു കരുത്ത്, ശക്തി വികസിപ്പിച്ചെടുക്കണോ വേണ്ടയോ? വേണ്ടയോ? പറയൂ. ഇത് ചെറുപ്പത്തിലെ ഒരാൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അവരെ മാനസികമായി തകർക്കാൻ പറയൂ സാധ്യത. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ശരിക്ക് ഈ പറയുന്നത് പ്രാക്ടീസ് ചെയ്താൽ, നാളെ ഇപ്പൊ ഡോക്ടർ പറയാണ്, അയ്യോ നമുക്ക് കുറച്ച് നേരത്തെ നോക്കായിരുന്നു എന്നൊക്കെ എന്ത് പറഞ്ഞാലും നിങ്ങൾ പറയും അത് നിങ്ങൾക്ക് കാര്യമായിട്ട് എടുക്കില്ലേ നേരെ. കാരണം നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ വിഷമത്തിലേക്ക് ഒരിക്കലും പോവില്ല. രാമകൃഷ്ണ പരമഹംസർക്ക് തൊണ്ട മുഴുവൻ ക്യാൻസറായിരുന്നു. അപ്പൊ വിവേകാനന്ദ സ്വാമികള് ഇത് കണ്ടിട്ട് വിഷമിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു, അദ്ദേഹത്തിന് വെള്ളം കുടിക്കാൻ പറ്റില്ല, കാരണം ഇതൊക്കെ പഴുത്ത് പസ് നിറഞ്ഞിട്ട് അത്ര തൊണ്ട നീറ്റില്. ചില സമയത്ത് നമുക്കുണ്ടല്ലോ ഭയങ്കര തൊണ്ടവേദന വന്നാൽ
ചിലപ്പോൾ തൊണ്ടവേദന ഇൻഫെക്ഷൻ വന്നാൽ വെള്ളം കുടിക്കാൻ പറ്റുമോ? വെള്ളം കൊണ്ട് ഇറക്കാൻ പറ്റുമോ? ഭയങ്കര ഒരു വേദന അനുഭവപ്പെടും. അദ്ദേഹത്തിന് ആ ടോൺസിൽ ഈ ഭാഗങ്ങളൊക്കെ പഴുത്തുപോയി. ഒന്ന് ആലോചിച്ചു അദ്ദേഹത്തിന്റെ ആ ത്രോട്ടിന്റെ അവസ്ഥ. അപ്പം രാമകൃഷ്ണ പരമഹംസനോട് ചോദിച്ചു, അങ്ങക്ക് ഈ കാളിയോട് പറഞ്ഞോട്, അങ്ങ് കാളിയൊക്കെ പ്രത്യക്ഷമായി കണ്ട ആളല്ലേ, ഈ വേദന മാറ്റിത്തരാൻ. അപ്പൊ ഇദ്ദേഹം ചോദിക്കുകയാണ് രാമകൃഷ്ണ പരമഹംസന്, ആരുടെ വേദനയുടെ കാര്യമാണ് പറയുന്നത്? നീ ആരുടെ അല്ല, അങ്ങയുടെ തൊണ്ടയ്ക്ക്. എനിക്ക് തൊണ്ടയ്ക്ക് അസുഖമുള്ള വേദന ഇല്ല. കാരണം ആ വേദനയിലെ കുറിച്ച് ചിന്തിക്കാൻ അദ്ദേഹത്തിന് ആ ശ്രദ്ധ വിട്ടുകൊടുക്കില്ല. ആ ശ്രദ്ധ വിട്ടുകൊടുക്കുന്നില്ല. നിങ്ങൾ ചില സമയത്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും. നിങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പറഞ്ഞാലേ മനസ്സിലായി. ഈ സീരിയലൊക്കെ കാണില്ല, ഇപ്പൊ ഒത്തിരി കുറവാണ്, പണ്ട് ഒരുപാടുണ്ടായിരുന്നു അല്ലേ? കാരണം വൈകുന്നേരങ്ങളായ സ്ത്രീകളുടെ അപാര ജന്മങ്ങൾ കാണും നമ്മൾ. നിർത്താതെ നിർത്താതെ നിർത്താതെയുള്ള ജന്മങ്ങൾ ഇല്ലേ? ഇപ്പൊ ഭ്രാന്തിത്തിരി കുറഞ്ഞിട്ടുണ്ട് ഇല്ല? ഇപ്പൊ കുറഞ്ഞിട്ടില്ലേ? ഇപ്പോഴും സീരിയലിലുണ്ടോ ആൾക്കാര്? നിങ്ങളൊക്കെ ഉണ്ട്? സീരിയൽ കാണാറുണ്ടോ? ഇപ്പം പോയി, അത് കുറെ പോയി. കാരണം നിങ്ങൾക്ക് മനസ്സിലായി അതൊക്കെ സമയം കളയുന്നൊരു ഏർപ്പാടാണെന്ന്. കാരണം ഇപ്പൊ ഒന്നിനും സമയമില്ല, ആകെ തോണ്ടാനേ സമയമുള്ളപ്പോ. അപ്പോ അന്നൊക്കെ ഈ ആളുകളുണ്ടല്ലോ സീരിയലൊക്കെ ഇരിക്കുമ്പോൾ അവിടെ ഇരുന്ന് ചിലപ്പോ കാല് മരവിക്കും. അല്ലെങ്കിൽ വീട്ടിൽ വല്ലവരും കള്ളം കയറിയിട്ട് വല്ലതും കൊണ്ടുപോയിണ്ടാവും. എന്നാൽ ആ വീട്ടുകാരറിയില്ല. ചിലപ്പം വീട്ടിൽ സന്ധ്യക്കൊക്കെ പല വീട്ടിലുണ്ടല്ലോ ലൈറ്റ് ഇട്ടുണ്ടാവില്ല, വിളക്ക് കൊളുത്തിയിട്ടുണ്ടാവില്ല. കാരണം ഇതിൽ തന്നെ ശ്രദ്ധിച്ച് ബാക്കിയെല്ലാം മറന്നുപോകും. ഉണ്ടോ? സംഭവിക്കാറില്ലേ? ഇപ്പോഴും സ്ത്രീകൾക്ക് പലപ്പോഴും അബദ്ധം പറ്റാറുണ്ട്. പാലൊക്കെ അടുപ്പ് വെച്ചിട്ട് എന്നിട്ട് എന്ന് പറഞ്ഞാണ്ട് തുടങ്ങും കഥ പറയാൻ. ഈ ഫോൺ എടുത്തിട്ട് കഥ പറയുമ്പോഴേക്കും ഇവിടെ ഇതൊക്കെ തളച്ച് പുറത്ത്. ഇപ്പോഴുണ്ടാവാറില്ല. ഒന്നിൽ ശ്രദ്ധ വെക്കുമ്പോൾ ബാക്കി കാര്യങ്ങൾ മറന്നു പോകുന്ന പോലെ അനുഷ്ഠാനത്തിൽ ശ്രദ്ധ തീവ്രമായാൽ ദുഃഖത്തിന്റെയും വേദനകളുടെയും തീവ്രത അവർക്ക് പറയൂ കുറഞ്ഞു. ഇതല്ലേ വേണ്ടത്? അല്ലാതെ ദുഃഖം പരിഹരിക്കാൻ ഒരു വഴി ഉണ്ട് തോന്നുന്നു നിനക്ക്? ഉണ്ടോ? പ്രാർത്ഥിച്ചിട്ട് പോവോ ഇതൊക്കെ? അതോ ഇങ്ങനെ പരിശീലിച്ചിട്ട് വെളിച്ചത്തിന്റെ തീവ്രത കൂട്ടി എന്താ പറഞ്ഞത്? വെളിച്ചത്തിന്റെ തീവ്രത കൂട്ടി ഇരുട്ടിന്റെ ശക്തി കുറയ്ക്കുന്ന പോലെ അനുഷ്ഠാനത്തിന്റെ ശക്തി കൊണ്ട് ദുഃഖത്തിന്റെ ശക്തി കുറയ്ക്കലാണോ? അതോ പ്രാർത്ഥിച്ചിട്ട് ഇതെല്ലാം ദൈവം പോക്കുമെന്ന് വിശ്വസിക്കലാണോ വേണ്ടത്? ഇതിലേതാണ് ശാസ്ത്രീയം? അത് പറഞ്ഞതാ മതി. ഇതിലേതാണ് ശാസ്ത്രീയം? സയന്റിഫിക് ആയിട്ട് ഏതാണ് കറക്റ്റ്? അനുഷ്ഠാനം കൊണ്ട് അനുഷ്ഠാനത്തിന്റെ തീവ്രത കൂട്ടി അതിൽ ശ്രദ്ധ ഉറപ്പിച്ച് ദുഃഖത്തിന്റെ തീവ്രത കുറയ്ക്കുക. അതല്ലേ ശരി? അതല്ലേ സയൻസ്? ആണോ? ഇനി പറയൂ, ഇതിനാണോ നമ്മൾ ഇപ്പോൾ അമ്പലത്തിൽ പോണത്? അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരെയാവാത്തത്. ഇപ്പൊ നമ്മൾ അമ്പലത്തിൽ പോകുന്നത് അന്ധവിശ്വാസമാണ്. ഒരു അന്ധവിശ്വാസമാണ്. എന്താ അന്ധവിശ്വാസം? നമ്മുടെ ദുഃഖങ്ങളെ ദുരിതങ്ങളെ ഒരു ദൈവം മാറ്റിത്തരുന്നുള്ളത് അന്ധമാണത്. അത് അന്ധമായി വിശ്വസിക്കുകയാണ്. അന്ധമായി എന്ത് വിശ്വസിക്കുന്നോ അതിന്റെ പേരാണ് അന്ധവിശ്വാസം, അല്ലേ? ആണോ അല്ലയോ? ഇപ്പോൾ അമ്പലത്തിൽ പോകുന്ന 90% ആളുകളും അന്ധവിശ്വാസികളാണ്. അതെന്തുകൊണ്ട് അങ്ങനെ അന്ധവിശ്വാസികളായി പോയത് നിങ്ങളുടെ കുറ്റമല്ല. കാരണം ആരും ഇതൊന്നും ശാസ്ത്രീയമായി പറഞ്ഞു തരുന്നില്ല. അതുകൊണ്ട് നമ്മളൊക്കെ എന്തോ ആരോ അനുഷ്ഠിച്ചതിനെ നമ്മളും വിശ്വസിച്ച് ബ്ലൈൻഡ്ലി നമ്മളും അങ്ങനെ കടന്നു പോവാണ്. ആണോ? ശരിയാണോ ഞാൻ പറയുന്നത്? അത് അംഗീകരിക്കണം നമ്മൾ. അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മൾ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ എന്ത് ചെയ്യണം? ഏകാഗ്രത. എന്താണ്? ശ്രദ്ധ. ഈ ശ്രദ്ധയാണ് നമ്മൾ കൂടുതൽ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. ആദ്യം നമുക്ക് ശ്രദ്ധയെ ഉറപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു വിഗ്രഹത്തിലൂടെ വേണം
നാമത്തിൽ ശ്രദ്ധ ഉറപ്പിക്കാൻ. ഒരു ക്ഷേത്രത്തിൽ എന്തിനാണ് പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ശ്രദ്ധയെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ ഒരു വിഗ്രഹം കൂടിയേ കഴിയുള്ളൂ. കാരണം എന്താണ്? ചഞ്ചലമായ ശ്രദ്ധയെ, നിയന്ത്രണമില്ലാത്തൊരു ശ്രദ്ധയെ, അതായത് കൈവിട്ടു പോകുന്നൊരു ശ്രദ്ധയെ, ദുർബലമായ ശ്രദ്ധയെ അതിനെ ശക്തിപ്പെടുത്തണമെങ്കിൽ അതിനെ ഒന്നിൽ തന്നെ നമ്മള് ഉറക്കെ പറയൂ, ഉറപ്പിച്ചു നിർത്തണം. ആ ഉറപ്പിച്ചു നിർത്തണമെങ്കിൽ നമുക്കൊരു രൂപത്തിലൂടെ എളുപ്പത്തിൽ സാധിക്കും. വിഗ്രഹാരാധനയിലൂടെ മനസ്സിനെ നാമത്തിൽ ഉറപ്പിച്ചു വെക്കുന്ന പടിയാണ് ആത്മീയതയുടെ ആദ്യത്തെ പടി. മനസ്സിലാവുണ്ടോ? കാരണം ചഞ്ചലമായ ഒരു ശ്രദ്ധയെ ഒന്നിൽ ഉറപ്പിച്ചു നിർത്താൻ അതിനൊരു രൂപം ആവശ്യമാണ്. ഇനി ഒന്നുകൂടി ശ്രദ്ധിക്കുക, നമുക്ക് രൂപം ആവശ്യമാണ് എന്ന് പറയാൻ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മുടെ കാല് പ്രായമായി കഴിഞ്ഞാൽ പലർക്കും കാല് ഉറക്കില്ല. ഇത്തിരി ഒരു പാർക്കിൻസന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ നടക്കാൻ ഒരു കോൺഫിഡൻസിന് അവരെന്ത് ചെയ്യും? ഒരു വടി, കയ്യിലൊരു വടി ഊന്നി, അല്ലെങ്കിൽ ഇന്നിപ്പം നമുക്ക് ഹോസ്പിറ്റലൊക്കെ വാക്കർ പോലുള്ള സാധനങ്ങൾ, സംവിധാനങ്ങൾ, ഈ സാധനം ഉറപ്പിച്ചൊരു ഭാഗത്ത് വെച്ചാൽ കാലിന് ഇത്തിരി അടർച്ചുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു ബലത്തിൽ മുന്നോട്ട് പോകാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവും. ഈ പിടിക്കുന്ന വടിയോ അല്ലെങ്കിൽ വാക്കറോ പിടിക്കുന്നതിന്റെ ലക്ഷ്യം അതിന് വാക്കറിന് വേണ്ടിയിട്ടല്ല. എന്തിനു വേണ്ടിയിട്ടാണ്? തൻ്റെ കാലിൻ്റെ ആ ഒരു ഉറപ്പ്, കാലിനെ ഉറപ്പിച്ചൊരിടത്ത് നിർത്താൻ, താൻ വീഴില്ല എന്ന് ഉറപ്പുവരുത്താൻ. ഈ വാക്കറാണ് വിഗ്രഹം. കാലുറപ്പിച്ചു വെക്കുന്നതാണ് നാമജപം. ഇപ്പൊ വാക്കറിന് വേണ്ടിയിട്ടല്ല വാക്കർ പിടിക്കുന്നത്, വടിക്ക് വേണ്ടിയിട്ടല്ല വടി പിടിക്കുന്നത്. മനസ്സിലായില്ലേ? വടിക്ക് വേണ്ടിയിട്ടല്ല വടി, അത് നമ്മുടെ ശ്രദ്ധയെ ഉറപ്പിക്കാനാണ്. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം തൽപര സംയതേന്ദ്രിയ. ഗീതയില് 4-ാം അധ്യായത്തിലെ 38-ാം ശ്ലോകത്തിൽ പറയും, ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം തൽപര സംയതേന്ദ്രിയ ജ്ഞാനം ലബ്ധ്വാ പരം ശാന്തിം അചിരേണാധിഗച്ഛതി. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ശ്രദ്ധയുള്ളവർക്ക് ജ്ഞാനം ദൃഢമായി വരും. എന്ത് ജ്ഞാനം? അവർക്ക് മനസ്സിലാവും, നിരന്തരം കുറച്ചു നേരം ഈ ഉപാസനാദികളൊക്കെ കൊണ്ടു നടക്കുമ്പോൾ എൻ്റെ ദുഃഖത്തെ മറികടക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട് എന്നൊരു ജ്ഞാനം, അറിവ് അവരുടെ ഉള്ളിൽ ഉണർന്നു വരാൻ തുടങ്ങും. ഈ വിഗ്രഹാരാധന എന്തിനാണ് എന്നൊരു ചോദ്യം. എന്തിനാണ് വിഗ്രഹാരാധന? കാരണം എസ്പെഷ്യലി ഈ മുസ്ലിം മതങ്ങൾക്കൊന്നും, ഇസ്ലാം മതത്തിനൊന്നും എന്തില്ല വിഗ്രഹാരാധന. ഇതെന്തിനാണ് ഈ വിഗ്രഹാരാധന? നമ്മൾ തെറ്റിദ്ധരിച്ചത് എന്താ വെച്ചാൽ വിഗ്രഹങ്ങൾ ദൈവങ്ങളാണെന്നാണ്. വാസ്തവത്തിൽ ഒരു ദൈവീക ശക്തി, ചൈതന്യം അതിൽ ആവാഹിച്ച് ആ അലങ്കരിച്ചു വെക്കുന്നത് ഒരു കല്ലിനെ ദൈവീകമാക്കാനല്ല, അതിലത് സങ്കല്പിക്കുകയാണ്. ആ ദൈവിക ചൈതന്യം സങ്കല്പിക്കുകയാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളിലെ ഏകാഗ്രത വർദ്ധിപ്പിച്ച് നാമജപത്തിലൂടെ നമ്മുടെ മനസ്സിന്റെ ദൈവീകത കൂട്ടാനാണ്. അപ്പൊ നമ്മളവിടെ ചെല്ലുന്ന സമയത്ത് അലങ്കരിച്ചൊക്കെ ഭംഗിയിട്ട് അങ്ങനെ വെക്കുമ്പോൾ നമുക്കത് കാണുമ്പോൾ തന്നെ ഉള്ളിലൊരു ദൈവീകത ഫീൽ ചെയ്യും. ഉണ്ടോ? അവർക്ക് പറയൂ. അപ്പൊ അങ്ങനെ അവിടം കൊണ്ട് നിൽക്കരുത്. ഇനി എന്ത് ചെയ്യണം? നാമത്തിലേക്ക് ശ്രദ്ധ ഉറപ്പിച്ചുകൊണ്ട് ആ മനസ്സിനെ നമ്മൾ കൂടുതൽ ദൈവീക ശക്തിയിലേക്ക്, ആ ബോധത്തിലേക്ക് നമ്മൾ ഉയർത്തണം. കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട് എന്തിനാണ് വിഗ്രഹാരാധന. ഗീതയിൽ 12-ാം അധ്യായത്തില് 5-ാം ശ്ലോകത്തിൽ ഈ വിഗ്രഹാരാധനയുടെ ആവശ്യകതയെക്കുറിച്ച് കൃഷ്ണൻ പറയുന്നുണ്ട്. ഭഗവത്ഗീതയിൽ 12-ാം അധ്യായത്തിൽ 5-ാം ശ്ലോകം. അവിടെ കൃഷ്ണൻ പറയും, അർജുന, 12-ാം അധ്യായം 5-ാം ശ്ലോകം, അവിടെ പറയും, ക്ലേശോ അധികതരസ്തേഷാം
അവ്യക്താസക്തചേതസാം അവ്യക്താഹി ഗതിർദുഃഖം ദേഹബദ്ധിരവാപ്യതേ. ഇതാണ് ശ്ലോകം. ക്ലേശം അധികതരം. ശ്രദ്ധിക്കുക നിങ്ങള്. ക്ലേശം അധികതരം. ക്ലേശം അധികതരം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മനസ്സിന്റെ ഈ ഏകാഗ്രതയെ ഒരിടത്ത് പിടിച്ചു നിർത്തൽ അത്ര എളുപ്പമല്ല. കാരണം എപ്പോ വേണമെങ്കിലും നമ്മുടെ ശ്രദ്ധ നമ്മളിൽ നിന്നും വിട്ടുപോവാം. ക്ലേശം അധികതരം അവ്യക്ത ആസക്ത ചേതസ. ഒരു അവ്യക്തമായ തത്വത്തിലേക്കൊന്നും മനസ്സിനെ പെട്ടെന്ന് കൊണ്ടുപോകാൻ ഒരാൾക്കും സാധ്യമല്ല. കാരണം ലൗകിക ചിന്തയിലേക്ക് അങ്ങനെ സ്വാധീനിക്കപ്പെട്ട മനസ്സിനെ പെട്ടെന്ന് നമുക്ക് ആത്മീയതയിലേക്ക് കൊണ്ടുവരൽ, സൂക്ഷ്മമായ ഒന്നിലേക്ക് കൊണ്ടുവരൽ സാധ്യമല്ല. മനസ്സിലാവുണ്ടോ? അപ്പൊ നമുക്ക് എന്ത് വേണം? തുടക്കത്തിൽ ഇപ്പൊ കൊച്ചു കുട്ടിക്ക് നടക്കാൻ, ശരിക്കും പറഞ്ഞാൽ നടക്കാൻ കുട്ടികൾക്ക് നടത്തം പഠിച്ചു കിട്ടുന്നത് വരെ പണ്ട് കാലത്തൊക്കെ മരം കൊണ്ടൊക്കെ ഉള്ള ഒരു ചെറിയൊരു ഉന്തുവണ്ടിക്ക് കൊടുക്കും, ഇല്ലേ? അത് പിടിച്ച് കുട്ടികൾ നടത്തം പഠിക്കും. ശരിക്കും നടക്കാൻ അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണ് ആ നടത്തം? ആ കുട്ടിയുടെ കാലിനൊരു ഇടത വന്നിട്ടില്ല. അപ്പൊ നടത്തം ഉറച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആണോ? ഇതുപോലെ മനസ്സിന്റെ ശ്രദ്ധ ഉറപ്പിക്കാൻ ഒരു വിഗ്രഹം കൊണ്ട് എളുപ്പം സാധിക്കും. അപ്പൊ വിഗ്രഹത്തിന്റെ ലക്ഷ്യം എന്താണ്? മനസ്സിന്റെ ശ്രദ്ധ ഉറപ്പിക്കാനുള്ള ഒരു മാർഗമാണ് വിഗ്രഹം. അപ്പൊ ആ വിഗ്രഹത്തെ നമ്മൾ പുറത്ത് കണ്ട് മനസ്സിൽ കാണുമ്പോൾ നിങ്ങൾ നോക്കൂ, ഇതിനെ പറയാ, നമ്മളൊരു ക്ഷേത്രത്തിൽ പോയാൽ 4 കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇതിനെ പറയാ സാലോക്യ, സാരൂപ്യ, സാമീപ്യ, സായുജ്യം. ഇതൊന്നും ആരും പറഞ്ഞു തരില്ല നിങ്ങൾക്ക്. എന്തൊക്കെയാ ചെയ്യേണ്ടത്? ഒരു ക്ഷേത്രത്തിൽ പോയാൽ സാലോക്യം എന്ന് പറഞ്ഞാൽ ലുക്ക്, ഇംഗ്ലീഷില് കാണുക, സമ്യക്കാവുന്ന വിധത്തിൽ കാണുക. ലോക്യം എന്ന് പറഞ്ഞാൽ കാണുക. ആ രൂപത്തെ ആദ്യം നല്ലവണ്ണം എന്ത് ചെയ്യണം? കാണണം. ഇനി എന്ത് ചെയ്യണം? ആ രൂപത്തെ എന്ത് ചെയ്യണം? ആ രൂപത്തെ എങ്ങോട്ടെടുക്കണം? സാരൂപ്യം. ആ രൂപത്തെ മനസ്സിലെടുക്കണം. ആ രൂപം അവിടെ കൊണ്ട് കണ്ടാ പോരാ, കണ്ണിൽ കൊണ്ട് കണ്ടാ പോരാ. ഇനി ആ ചിത്രം എവിടെ എടുക്കണം? ഒപ്പിയെടുക്കണം. ഇനി ആ രൂപം എവിടെ കാണണം? സാമീപ്യം. എവിടെ കാണണം? ഉള്ളിൽ കണ്ടുകൊണ്ട് ആ രൂപത്തിൽ മനസ്സിനെ ഉറപ്പിക്കണം. ഈ പ്രക്രിയയാണ് ഭട്ടതിരിപ്പാട് തന്റെ നാരായണീയത്തിലെ ലാസ്റ്റ് ദശകത്തിൽ പറഞ്ഞിരിക്കുന്നത്. തുടങ്ങുന്നത് എങ്ങനെയാണ്? അഗ്രേ പശ്യാമി തേജോ നിബിഡതരകളായാവലീലോഭനീയം പീയൂഷാപ്ലാവിദോഹം തുടങ്ങിയിട്ട് അല്ലേ? അങ്ങനെ പുറത്തു നിന്ന് കണ്ട രൂപം അവസാനം എങ്ങോട്ടാ കൊണ്ടുവരുന്നത്? ചിത്തം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപതേ കൃഷ്ണകാരുണ്യ സിന്ധോ. ഇപ്പൊ എവിടെയാണ് കാണുന്നത്? ആ ചിത്തം അല്ല, പാദം എവിടെ കാണുന്നത്? കൂടെ വന്നില്ല. യോഗീന്ദ്രാണം ത്വദംഗേശ്വതിക സുമധുരം. അറിയോ? നാരായണീയത്തിലെ 100-ാം ദശകം കേട്ടിട്ടുണ്ടോ? ഞാൻ അതുകൊണ്ടാണ് കട്ട് ചെയ്ത് പറയുന്നത്, അല്ലെ ഈ സമയം ഒരുപാട് പോകും. അതുകൊണ്ട് മനസ്സിലായില്ലേ? ഓരോ ശ്ലോകത്തിലൂടെ കേശം മുതൽ പാദം വരെയുള്ള വർണ്ണനയാണ്, അല്ലേ? ആണോ? അത് അറിയുന്നവർക്കേ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ പറഞ്ഞാൽ മനസ്സിലാവില്ല. അവസാനം എത്തുന്നത് എവിടെയാണ്? യോഗീന്ദ്രാണം ത്വദംഗേഷധിക സുമധുരം മുക്തിഭാജം നിവാസോ ഭക്താനം കാമവർഷദ്യുതരു കിസലയം നാദ തേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ. അപ്പൊ പുറത്ത് തൊഴുതിട്ട് പോവാണോ അതോ അകത്താ രൂപം കാണുകയാണോ? മനസ്സിലായില്ലേ? അപ്പൊ പുറത്ത് കണ്ട രൂപത്തെ എവിടേക്ക് കൊണ്ടുവരണം? അകത്തേക്ക് കൊണ്ടുവരും. ഇതാണ് സാലോക്യം. സാലോക്യത്തിൽ നിന്ന് അവസാനം സാമീപ്യം, സാരൂപ്യം. ആ പാദത്തിൽ, ആ നാമത്തിൽ
മനസ്സ് ഉറപ്പിക്കുന്നതിന്റെ പേരാണ് സായുജ്യം. എന്ന് പറഞ്ഞാൽ എന്താണ്? ഏകാഗ്രത ഉറപ്പിക്കാൻ ഈ പരിശീലനം മനസ്സിൽ കൊടുത്താൽ മനസ്സ് ക്രമേണ ക്രമേണ നാമജപത്തിൽ അങ്ങോട്ട് പിടിച്ചു നിൽക്കും. അങ്ങനെ മനസ്സിനെ പരിശീലിപ്പിച്ചെടുക്കുന്ന ഭക്തിയുടെ പേരാണ് പ്രാകൃത ഭക്തി. എന്താണ്? ഒരു ക്ഷേത്രത്തിൽ പോയാൽ വെറുതെ തൊഴുതു പോയാൽ പോരാ. ആ രൂപത്തെ മനസ്സിൽ ഒപ്പിയെടുത്ത് ആ മനസ്സിൽ രൂപത്തെ കണ്ട് ആ രൂപത്തെ കാണുമ്പോൾ നാമം ജപിച്ച് അവസാനം ഒരംഗത്തിൽ നിന്നും ഒരംഗത്തിലേക്കൊക്കെ വന്ന്, മനസ്സിലായില്ലേ? പീലി കാണുന്നു, കണ്ണ് കാണുന്നു, നെറ്റി കാണുന്നു, മുഖം കാണുന്നു, അത് കഴിഞ്ഞ് മാറിടം കാണുന്നു, ശ്രീവത്സം കാണുന്നു, അല്ലേ? പിന്നെ വയറ് കാണുന്നു, അരഞ്ഞാണം കാണുന്നു, ആണോ? പീതാംബരം കാണുന്നു, അവസാനം പാദമൂലം കാണുന്നു. എന്നിട്ട് നാമജപത്തിൽ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തുമ്പോൾ ഏകാഗ്രത ക്രമേണ ക്രമേണ ആ നാമജപത്തിലേക്ക് വരുമ്പോൾ ഇതിന്റെ ശക്തി കൂടിക്കൂടി വരുമ്പോൾ, വെളിച്ചത്തിന്റെ തീവ്രത കൂടുമ്പോൾ, ഇരുട്ട് അപ്രത്യക്ഷമാകുന്ന പോലെ, ഇരുട്ടിന്റെ തീവ്രത കുറയുന്ന പോലെ, അനുഷ്ഠാനത്തിന്റെ തീവ്രത കൂടുമ്പോൾ ദുഃഖത്തിന്റെ തീവ്രത കുറയും. മനസ്സിലാവുണ്ടോ? മെനക്കെടണം, പണിയെടുക്കണം. ആര് ആര് ഇത് എളുപ്പാന്നാ വിചാരിച്ചത്? കുറച്ചൊക്കെ നല്ല മെനക്കെടുണ്ട്. മനസ്സിലായില്ലേ? ഇതിനാണ് നമ്മൾ എവിടെ പോണ്ടത്? എവിടെ പോണ്ടത്? അല്ലാതെ വെറുതെ തൊഴുത് വായും പൊളിച്ച് നോക്കിയിരുന്നിട്ട് എന്ത് കാര്യം? ആരെ തൊഴുതു പോണു നിങ്ങൾ? തൊഴാനല്ല അമ്പലത്തിൽ പോണ്ടേ. ഇതിന്റെ പേരാണ് ഉപാസന. ഈ ക്ഷേത്രം എന്നുള്ള വാക്കിന്റെ കൂടെ എപ്പോഴും ഓർത്തു വെക്കേണ്ട വാക്കാണ് ക്ഷേത്രോപാസന. ക്ഷേത്രം തൊഴുതു പോകാനുള്ളതല്ല, ക്ഷേത്രം ഉപാസന. ആ രൂപത്തെ എവിടെ കൊണ്ടുവരണം? ആസനം ഉറപ്പിക്കണം. ഉള്ളിൽ ആ രൂപം ഉറപ്പിച്ച് നാമത്തിൽ മനസ്സുറപ്പിക്കണം. ഇതിനുള്ള ഒരു കേന്ദ്രമാണ് ഏത്? ക്ഷേത്രം. ഇത് ബേസിക് സ്റ്റെപ്പാണ്, ഫസ്റ്റ് പ്രിലിമിനറി സ്റ്റെപ്പാണ്. ഇനി രണ്ടാമത്തതാണ് മധ്യമഭക്തി. മധ്യമഭക്തി എന്താണ്? മധ്യമഭക്തി ഈശ്വരേ തദീനേഷു ബാലിശേഷു ദൃഷ്ടസുച. രണ്ടാമത്തെ ഭക്തി എന്താണ്? 4 കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അത് ഒന്നെന്താണ്? ഇത് നമ്മൾ വ്യക്തി അനുഷ്ഠാനമാണ്. ഇനി രണ്ടാമത്തത് ഈശ്വരേ പ്രേമം. ഈശ്വരേ പ്രേമം എന്ന് പറഞ്ഞാൽ കൂടുതൽ കൂടുതൽ ഭക്തിയിലേക്ക് അടുക്കാൻ ഒരു കൂട്ടായ്മ വേണം. എന്ത് വേണം? എല്ലാവരും ചേർന്നുള്ള സത്സംഗം. അതാണ് നേരത്തെ നമ്മൾ വ്യക്തി ചെയ്യുന്നതാണ്. ഇനിയിപ്പോ നമ്മൾ ഒന്നിച്ചു ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഏകാഗ്രത വളരെ, ഞാൻ രാവിലെ പറഞ്ഞില്ലേ, ഒന്നിച്ചു വിഷ്ണു സഹസ്രനാമം ചൊല്ലുമ്പോൾ ഏകാഗ്രത കൂടി വരും. എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ഈശ്വരനോടുള്ള ആ പ്രേമം വർദ്ധിപ്പിക്കാൻ മൈത്രി വേണം. മൈത്രി എന്ന് പറഞ്ഞാൽ മിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടിച്ചേർന്നുകൊണ്ട് അങ്ങനെ നമ്മൾ പരിശീലിച്ച് 2 കാര്യങ്ങൾ ചെയ്യണം. അനുഷ്ഠാനങ്ങൾ, നാമജപവും വേണം, സത്സംഗവും വേണം. ഇതിനെക്കുറിച്ചൊക്കെ ആരെങ്കിലും പറഞ്ഞു തരുമ്പോൾ നമ്മുടെ വ്യക്തത ഒന്നുകൂടിയും പറയൂ കൂടി വരും. ഇതാണ് മധ്യമഭക്തി. അപ്പൊ മധ്യമഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? സത്സംഗവും ഒന്നിച്ചിട്ടുള്ള ഇതിനെ ഭജനം എന്ന് പറയും. എന്താണ് ഭജനം? ഒന്നിച്ചു ചെയ്യുമ്പോൾ ഭജനം, ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ജപം എന്ന് പറയും. ഒരു ഭജനം ചെയ്യുക. ഇപ്പൊ ക്ഷേത്രങ്ങൾ ഇതിനു വേണ്ടി ഉപയോഗിക്കണം. ഇതിന് സത്സംഗങ്ങൾക്കും ഒന്നിച്ചുള്ള കൂട്ടായ നാമജപങ്ങൾക്കും. മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ ഏകാഗ്രത കുറച്ചുകൂടി കൂടി വന്നു. ഇനി ക്രമേണ എന്ത് വേണം? ക്രമേണ നമ്മൾ ഉത്തമ ഭക്തിയിലേക്ക് വരണം. അതെന്താണ് ഉത്തമ ഭക്തി? ഈ ശ്രദ്ധ നാമജപത്തിലേക്ക് വന്നാൽ പിന്നെ ക്രമേണ മനസ്സിലാക്കണം, ഈ നാമജപത്തിലൂടെ ഞാൻ എൻ്റെ മനസ്സിന്റെ സമചിത്തത നിലനിർത്തണം. എന്ത് വേണം? ഇതിന്റെ പേരാണ് അവബോധം. സമചിത്തത നിലനിർത്തിയാലേ എനിക്ക് പൂർണ്ണ ബോധത്തിലേക്ക് എത്താൻ പറ്റും.
പൂർണ്ണ ബോധത്തിലേക്ക് എത്താനുള്ള കവാടമാണ്, വാതിലാണ് സമചിത്തത. അപ്പൊ സമചിത്തതയുണ്ടെങ്കിലേ ആ പൂർണ്ണതയിലേക്ക് ഉറക്കെ പറയൂ എത്താൻ പറ്റില്ല. അപ്പൊ ജപിച്ച് 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 എന്ത് വേണം? വെറുതെ ഇരുന്ന് ജപിച്ചാ പോരാ. ഒരു വിഷമം വരുമ്പോൾ വീണ്ടും മനസ്സിനെ എവിടെ കൊണ്ടുവരണം? ഏതിൽ കൊണ്ടുവരണം? ഏതിൽ വരണം? നാമജപത്തിൽ. ഇതുപോലെ അമിതമായ ഒട്ടൽ ആരോടെങ്കിലും ഉണ്ടാവാൻ മനസ്സിനെ ഒരിക്കലും അനുവദിക്കരുത്. അപ്പൊ കൂടുതൽ നമ്മുടെ മനസ്സ് അനാവശ്യ വർത്തമാനങ്ങളിലും പോകരുത്, ഒരു വിഷമത്തെയും അയവിറക്കി ഇരിക്കരുത്. അനാവശ്യങ്ങളായിട്ടുള്ളതിനെ നിയന്ത്രിക്കാനും വേണ്ടതിലേക്ക് മനസ്സിനെ കൊണ്ടുവരാനൊക്കെ ഒരു പരിശീലനം കിട്ടുന്നതിന്റെ പേരാണ് സമചിത്തമായൊരു മനസ്സ്. അപ്പൊ ഒന്നിനോടും അമിതമായൊരു ആസക്തിയുമില്ല, ഒന്നിലും അമിതമായൊരു വേദന കൊണ്ടുള്ള വിഷമവും ഇല്ല. അപ്പം മനസ്സ് എവിടെ തന്നെ നിൽക്കുന്നുണ്ട്? ഇപ്പം ഒരു നാമജപത്തിൽ പിടിച്ചു നിർത്തി സമചിത്തമായൊരു മനസ്സ് അവസാനം ആരിലേക്ക് എത്തിക്കോളും? ആരിലേക്ക് എത്തിക്കോളും? പൂർണ്ണതയിലേക്കെത്തും, ഭഗവാനിലേക്കെത്തും. അപ്പൊ പൂർണ്ണതയിലേക്കെത്താൻ, ഭഗവാനാകുന്ന പൂർണ്ണതയെ പ്രാപിക്കാൻ, ആ വാക്ക് മറക്കരുത്, പ്രാപിക്കാൻ. എന്താണ്? യോഗ്യതയുള്ള മനസ്സാണ് എല്ലാവർക്കും തന്നത്. നിങ്ങൾ ആരാണ്? പൂർണ്ണതയാകുന്ന ഭഗവാനെ പ്രാപിക്കാൻ കഴിവുള്ളൊരു മനസ്സുള്ളവരാണ്. അപ്പൊ മോശക്കാരാണോ? മോശക്കാരാണോ? ഇവിടെ വല്ലതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കേണ്ട കാര്യമുണ്ടോ? എന്താ ഒന്നും മിണ്ടാത്തത്? മകള് പ്രസവിച്ചിട്ടില്ല എന്നും പറഞ്ഞ് ദുഃഖിച്ചിരിക്കേണ്ട കാര്യമുണ്ടോ? ഓരോരുത്തരുടെയും വിഷമങ്ങളൊക്കെ നിങ്ങൾ ഏറ്റിക്കൊണ്ട് നടക്കേണ്ട കാര്യമുണ്ടോ? എന്താ മിണ്ടാത്തത് നിങ്ങള്? അപ്പൊ ഈ ബോധമുണ്ടാകണം. എന്താണ്? ഭഗവാനാകുന്ന പൂർണ്ണതയിലേക്ക് എത്തിച്ചേരാൻ, അല്ലെങ്കിൽ അതിലേക്ക് അലിഞ്ഞു ചേരാൻ യോഗ്യതയുള്ളൊരു മനസ്സുള്ള ഒരാളാണ്. ഞാനൊരു പുഴയാണ്, ഭഗവാൻ ഒരു കടലാണ്. പുഴയ്ക്ക് എന്ത് കഴിവുണ്ട്? പുഴയ്ക്ക് എന്ത് കഴിവുണ്ട്? കടലിലേക്ക് എത്തിച്ചേരാൻ. അതിന് പകരം നോക്കൂ, എപ്പോഴും ഓർക്കുക, ഒരു പുഴയുടെ ഒഴുക്കില് ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞാൽ അവിടെ ഒരു ലേക്ക് ഉണ്ടെന്ന് വിചാരിക്കുക, തടാകം. അത് നേരെ ഒഴുകിയിട്ടുണ്ടെങ്കിൽ അത് കടലിലെത്തും എന്ന് വിചാരിക്കുക. എവിടെ? കടലില്. ലേക്കിലേക്ക്, ഈ തടാകത്തിലേക്കും തിരിയാം, നമുക്ക് കടലിലേക്കും തിരിയാം. തടാകത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെന്തായി? ആ വെള്ളം അവിടെ കെട്ടിക്കിടക്കും. മുന്നോട്ട് പോയാൽ എവിടെ എത്തി? ഇതുപോലൊരു മനസ്സ് നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. ഒന്നുകിൽ കുടുംബമാകുന്ന തടാകത്തിൽ കടന്ന് കറങ്ങാം, അല്ലെങ്കിൽ മുന്നോട്ട് നീങ്ങാം. ഏത് വേണം? ഒന്നുകൂടി പറയാം. ഒരു പുഴ, അതിൻ്റെ ഒരു ഭാഗത്ത് തടാകം, നേരെ പോയാൽ കടല്. ഒന്നുകിൽ വെള്ളത്തിന് കടലിലെത്താം, അല്ലെങ്കിൽ തടാകത്തിൽ ചുറ്റി അവിടെ കടന്ന് ജീവിതം മുഴുവൻ ഉണക്കം പിടിച്ച് തീർക്കാം. അഴുക്കും പിടിച്ച് ഉണക്കും പിടിച്ച് കിടക്കാം. ഒഴുകിയാൽ എവിടെ എത്താം? കടലിലെത്തി അങ്ങനെ തിരമാലകളായി ആർത്തുല്ലസിക്കാം. ഇതുപോലെയാണ് ജീവിതം. അനുഷ്ഠാനത്തിലൂടെ ഭഗവാനാവുന്ന പൂർണ്ണബോധത്തിലെത്താം, കടലിലെത്താം, ആനന്ദ സാഗരത്തിലെത്താം. ഏത് സാഗരത്തിൽ എത്താം? അല്ലെങ്കിൽ കുടുംബ ജീവിതത്തിൽ ചൊറിയും വെറിയും പറഞ്ഞ് അങ്ങനെ നിങ്ങൾക്ക് അഴുക്ക് പിടിച്ച് കിടക്കാം. ഏത് വേണം? ആകെ പെട്ടുപോയി ഇപ്പൊ നിങ്ങള്. ഒരുവിധമൊക്കെ തടാകത്തിൽ കിടക്കുക ഇപ്പോ. ഈ തടാകത്തിൽ നിന്നും ഈ മനസ്സിനെ തിരിച്ച് എവിടേക്ക് കൊണ്ടുവരണം? കടലിലേക്ക് കൊണ്ടുവരണം. വേണ്ടേ? താനെ വരുമോ? അനക്കിടണം. ഇത് എളുപ്പമാണെന്ന് വിചാരിക്കരുത്. നിങ്ങളെന്താ വിചാരിച്ച് തൊഴുതുപോയാൽ ചന്ദനം തേച്ചാൽ ഒക്കെ കഴിഞ്ഞു എന്നാണ്? അങ്ങനെയൊന്നും ചന്ദനം തേച്ച് തീർക്കാൻ പറ്റുന്നതല്ല ഇത്. ഉള്ളിൻ്റെ ഉള്ളിൽ നല്ലവണ്ണം പണിയെടുത്ത് മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കണം. ഈ കാര്യം നല്ലവണ്ണം പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്തു വസുദേവരെ. വസുദേവരോട് പറഞ്ഞു, കുടുംബത്തെ കുറിച്ചിരുന്ന് ദുഃഖിച്ചിട്ട് യാതൊരു
കാര്യത്തിൽ ആരുടെ പ്രാരബ്ധവും ആർക്കും മാറ്റിയെടുക്കാൻ സാധ്യമല്ല. കൃഷ്ണൻ വിചാരിച്ചാൽ പോലും ആ കുടുംബ പ്രാരബ്ധം മാറ്റാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് വസുദേവ ഇരുന്ന് അനുഷ്ഠാനം ചെയ്ത് പൂർണ്ണതയിലേക്ക് എത്താൻ ശ്രമിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ നാരദര് ആ വസുദേവർക്ക് പൂർണ്ണതയിലേക്ക് എത്താനുള്ള ഒരു അനുഷ്ഠാനങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ആ വസുദേവർക്ക് വളരെ തൃപ്തിയെ ഭാഗവതം അങ്ങനെയാ പറഞ്ഞ് ഉപസംഹരിപ്പിക്കുന്നത്. 11-ാം സ്കന്ധത്തില് 5-ാമത്തെ അധ്യായത്തില് ഭാഗവതത്തിൽ അവസാനം ഇതാ പറയുന്നത്. ഇതൊക്കെ കേട്ടിട്ട് ആര് തമ്മിലുള്ള സംവാദമാണ്? വസുദേവന്. ഏതത് ശ്രുത്വ, നാരദിൽ നിന്ന് ഇതൊക്കെ കേട്ടിട്ട് വസുദേവോ മഹാഭാഗ വസുദേവോ അതിവിസ്മിത. വസുദേവർക്ക് അത്യന്തം സന്തോഷം വന്നു. ദേവകീച്ച മഹാഭാഗ ജഗതുർമോഹമാത്മന. അവരുടെ മോഹത്തെ, അവരുടെ ദുഃഖത്തെ ജഗതുർ മറികടന്നു എന്നാണ്. അവരുടെ ദുഃഖത്തെ അവര് മറികടന്നു. നേരത്തെ ഭയം കൊണ്ടും അസ്വസ്ഥതനായി കടന്ന വസുദേവർക്ക് ആ ഭയത്തെ മറികടക്കാൻ ഈ ഉപദേശം കൊണ്ട് സാധിച്ചു എന്നതാണ്. അപ്പൊ നമ്മളും വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദുഃഖത്തെയും നമുക്ക് മറികടക്കാൻ ഈ ജീവിതത്തിൽ സാധിക്കും. അതിന് നമുക്ക് വഴി കാണിച്ചു തരികയാണ് ഭാഗവതത്തിലെ ഈ ഒരു ഭാഗം. ഇതിനെ വിളിക്കുന്ന പേരാണ് നിമി നവയോഗി സംവാദം, അല്ലെങ്കിൽ നാരദ വസുദേവ സംവാദം. ഇനി നമുക്ക് കാണേണ്ടതാണ് അതിഗംഭീരമായ ഭാഗം, ശ്രീകൃഷ്ണ ഉദ്ധവ സംവാദം. അത് നമുക്ക് ചായക്ക് ശേഷമുള്ള സെഷനിൽ നോക്കാം.